പ്രിയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമ്മൾ കപ്പ ഉപയോഗിച്ച് ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ തോലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ രീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കപ്പ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കപ്പ ഉപ്പുമാവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ കഴുകി മണ്ണൊന്നും ഇല്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കപ്പ 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ വെള്ളത്തിലും തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കപ്പയാണ് കിട്ടുന്നതെങ്കിൽ കട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പുള്ളവർക്കാണെങ്കിൽ 2 വെള്ളത്തിലായാലും തയ്യാറാക്കി എടുത്താൽ മതി. കപ്പ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ കപ്പ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകണ്ട. നമുക്കിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരു കുഴഞ്ഞ പരുവായിരിക്കും. അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കി തുടങ്ങാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. 1 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് നിറമായി വരുമ്പോൾ അതിലേക്ക് 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി മുറിക്കുന്നത്. ഇഞ്ചി തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഷെയ്ഡ് മാറ്റേണ്ട. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ വഴറ്റുന്ന പോലെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ശകലം കൂടി ചേർക്കേണ്ടി വരും. കാരണം നമ്മൾ വെള്ളം ഊറ്റിയെടുത്തിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 10-12 കുരുമുളക്, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും പൊടിയാക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പൊടി ചേർത്ത് കൊടുത്താലും നമുക്ക് ഈ ടേസ്റ്റ് കിട്ടത്തില്ല. 1-2 ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കാനുള്ളത് തേങ്ങയാണ്. തേങ്ങയുടെ അളവൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ഈ ഒരു അളവിന് ഒരു 3/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ രുചികരമായ ഈ കപ്പ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു.